നമസ്കാരം. ലോക പ്രശസ്ത നർത്തകനും സിംഗറും ഒക്കെയായ മൈക്കിൾ ജാക്സൺ അന്തരിച്ചത് 2009 നമ്മുടെ രജനീകാന്തും ശങ്കറും ചേർന്ന് ഒരുക്കിയ എന്തിരനിൽ അദ്ദേഹം പാടാൻ സാധ്യതയുണ്ടായിരുന്നു എന്ന് ലോകം അറിയുന്നത് ഇപ്പോഴുമാണ്. ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, AR റഹ്മാൻ തന്നെയാണ്. പോപ്പ് ഇതിഹാസം മൈക്കിൾ ജാക്സണുമായി നടത്തിയ കൂടിക്കാഴ്ചയെ ഓർത്ത് AR റഹ്മാൻ പ്രതികരിച്ചിട്ടുണ്ട്. ശങ്കർ രജനീകാന്ത് കൂട്ടുകെട്ടിൽ ഇറങ്ങിയ എന്തിരനിൽ മൈക്കിൾ ജാക്സൺ പാടേണ്ടതായിരുന്നു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഫ്രീ മലേഷ്യ ടുഡേ ന്യൂസിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായാണ് അദ്ദേഹം തന്റെ നടക്കാതെ പോയ സ്വപ്നങ്ങളെ കുറിച്ച് വാചാലനായത്. 2009 ലോസ് ഏഞ്ചൽസിൽ വെച്ചാണ് മൈക്കിൾ ജാക്സണും AR റഹ്മാനും കണ്ടുമുട്ടിയത്. 2009 തുടക്കത്തിൽ താൻ ഏജന്റിനൊപ്പം ലോസ് ഏഞ്ചൽസിൽ ഉണ്ടായിരുന്നുവെന്ന് റഹ്മാൻ പറഞ്ഞു. ആ ഏജന്റാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തും മൈക്കിൾ ജാക്സന്റെ കാര്യങ്ങൾ നോക്കുന്ന മറ്റൊരു ഏജന്റിനെ പരിചയപ്പെടുത്തി തന്നത്. മൈക്കിൾ ജാക്സനെ കാണാൻ പറ്റുമോ എന്ന് താൻ ചോദിച്ചു. ഒരു ഇമെയിൽ അയക്കാനായിരുന്നു ജാക്സന്റെ ഏജന്റ് ആവശ്യപ്പെട്ടത്. ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞിട്ടും മറുപടി വരാതിരുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന മനോഭാവത്തിലായിരുന്നു താനെന്ന് AR റഹ്മാൻ വെളിപ്പെടുത്തി. ആ സമയത്താണ് എനിക്ക് ഓസ്കാർ നോമിനേഷൻ ലഭിക്കുന്നത്. പുരസ്കാര പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കവേ കൂടിക്കാഴ്ചയ്ക്ക് സമ്മതമറിയിച്ച് മൈക്കിളിന്റെ മെയിൽ സന്ദേശം തിരിച്ചെത്തി. പക്ഷേ പുരസ്കാര പ്രഖ്യാപന നിശയിലേക്കുള്ള പ്രകടനത്തിന്റെ പരിശീലനത്തിനായതിനാൽ അപ്പോൾ AR റഹ്മാന് അദ്ദേഹവുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് വരാൻ പറ്റിയില്ല എന്ന് പറയേണ്ടി വരികയായിരുന്നു. ഓസ്കാർ പുരസ്കാരം വാങ്ങിയ തൊട്ടടുത്ത ദിവസം തന്നെ ഇവർ തമ്മിൽ കണ്ടുമുട്ടുകയായിരുന്നു. മറ്റെവിടെയും വെച്ച് തന്നെയല്ല, ജാക്സന്റെ ലോസ് ഏഞ്ചൽസിലെ വീട്ടിൽ വൈകിട്ട് 6:30 ആ കൂടിക്കാഴ്ച എന്ന് AR റഹ്മാൻ തന്നെ പറയുകയുണ്ടായി. സംഗീതത്തെക്കുറിച്ചും ലോക സമാധാനത്തെക്കുറിച്ചും ഒക്കെ അവർ തമ്മിൽ ദീർഘനേരം സംസാരിച്ചു. സ്ലം ഡോഗ് മില്യണറിലെ ഗാനത്തെക്കുറിച്ച് സംസാരിച്ച അദ്ദേഹം ചില സാങ്കേതികപരമായ കാര്യങ്ങളെക്കുറിച്ച് AR റഹ്മാനോട് സംശയങ്ങളും ഉന്നയിക്കുകയുണ്ടായി. AR റഹ്മാന് മൈക്കിൾ ജാക്സന്റെ മക്കളെ പരിചയപ്പെടുത്തുകയുമുണ്ടായി. മനസ്സർപ്പിച്ച് നൃത്തം ചെയ്യുന്നത് എങ്ങനെയെന്ന് AR റഹ്മാനോട് അദ്ദേഹം കാണിച്ചു കൊടുക്കുകയായിരുന്നു. വളരെ ഹൃദ്യമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു അത് എന്ന് AR റഹ്മാൻ പറയുന്നുണ്ട്. ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷം മൈക്കിൾ ജാക്സനെ കണ്ടത് മുതലുള്ള എല്ലാ കാര്യങ്ങളും AR റഹ്മാൻ സംവിധായകൻ ശങ്കറിനോട് പങ്കുവെക്കുകയായിരുന്നു. അപ്പോൾ തന്നെ മൈക്കിൾ ജാക്സൺ എന്തിരനിൽ പാടുമോ എന്ന് ശങ്കർ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. അദ്ദേഹം തമിഴിൽ പാടുമോ എന്നാണ് AR റഹ്മാൻ തിരിച്ചു ചോദിച്ചത്. AR റഹ്മാൻ മൈക്കിൾ ജാക്സനെ വിളിച്ച് സംസാരിച്ചു. നിങ്ങൾ എന്തു പറഞ്ഞാലും നമ്മൾ ഒരുമിച്ച് അത് ചെയ്യുമെന്നാണ് മൈക്കിൾ ജാക്സൺ പറഞ്ഞത്. വീണ്ടും അവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. എന്നാൽ നിർഭാഗ്യവശാൽ അദ്ദേഹത്തെ എന്തിരനിൽ പാടിക്കാൻ സാധിച്ചില്ല. ആ വർഷം ജൂണിൽ അദ്ദേഹം അന്തരിച്ചുവെന്ന് AR റഹ്മാൻ പറയുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.